പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. സംസ്ഥാനത്തെ മുഴുവൻ അതിദരിദ്ര വിഭാഗങ്ങൾക്കും ക്ഷീരവികസന വകുപ്പ് പശുക്കളെ നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പിലാത്രയിൽ നടന്ന ജില്ലാ ക്ഷീരസംഗമത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ അതിദരിദ്ര വിഭാഗങ്ങൾക്കും ക്ഷീരവികസന വകുപ്പ് പശുക്കളെ നൽകും. സമാന രീതിയിൽ കയർ, തോട്ടം, മത്സ്യം എന്നീ മേഖലയിലെ തൊഴിലാളികളെയും ഉയർത്തിക്കൊണ്ടുവരും. തോട്ടം തൊഴിലാളികൾക്ക് പശുക്കളെ നൽകുമ്പോൾ അവർ താമസിക്കുന്ന ലയങ്ങളിൽ തന്നെ പാൽ വിൽപ്പന നടത്താം. ഇതിലൂടെ വരുമാനവും വർദ്ധിക്കും. പാലുൽപാദനത്തിൽ കേരളം സ്വയം പര്യാപ്തത അരികിലെത്തിയിരിക്കുകയാണെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അത് പാലിൽ മാത്രമല്ല, അത് മാംസത്തിലും, അത് പച്ചക്കറിയിലും, അത് മറ്റ് ഇതര മേഖലകളിലും നമുക്ക് സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് മുന്നോട്ട് പോകും. ആ ലക്ഷ്യം കൈവരിക്കുവാൻ ഏകദേശം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുവാൻ പറ്റും. ഇന്ന് നമുക്കറിയാം, മിൽമ ക്ഷീരസംഘങ്ങൾ മുഖേന എടുക്കുന്ന പാൽ ഇന്ന് 90% കേരളത്തിലെത്തിക്കഴിഞ്ഞു. ഇനിയൊരു 10% കൂടെ കേരളത്തിൽ ഈ പാൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ സ്വയം പര്യാപ്തത നമുക്ക് പ്രഖ്യാപിക്കും. നമുക്കറിയാം, ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ലോകത്ത് പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ മഹാരാജ്യമാണ്. നമ്മളെപ്പോഴും പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഒന്ന് പറയും, ഇന്ത്യ കാർഷിക രാജ്യമാണ് എന്നാണ് നമ്മളെപ്പോഴും പ്രസംഗിക്കുന്നത്. ആ കാർഷിക രാജ്യത്തിൽ നിന്നും ഇന്ത്യ വ്യതിചലിച്ച് ഇങ്ങനെ പോകുന്നു. ഇന്ത്യയിലെ ക്ഷീര കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലിലൂടെ നമ്മുടെ രാജ്യം ഇന്ന് അറിയപ്പെടുന്ന തരത്തിലേക്ക് ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും കൂടുതൽ ഉൽപ്പാദനക്ഷമത കൈവരിച്ച സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പഞ്ചാബാണ്. 14 ഒരു പശുവിൽ നിന്ന് ആവറേജ് പാല് കിട്ടുന്നത് 14 എന്നാൽ കേരളത്തിൽ അത് 10 കേരളമാണ് ഉൽപാദനക്ഷമതയിൽ 2ാം സ്ഥാനത്ത് ഇന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. എം വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ മികച്ച ക്ഷീരകർഷകർ, ക്ഷീരസംഘങ്ങൾ, മികച്ച സംഘം പ്രസിഡന്റ് എന്നിവരെ ആദരിച്ചു. മുൻ MP PK ശ്രീമതി, മുൻ MLA TV രാജേഷ്, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, ചെറുതാറം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, കർഷക ക്ഷേമനിധി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ R രാംഗോപാൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം T തമ്പാൻ, സംഘാടക സമിതി ചെയർമാൻ KC തമ്പാൻ, വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ O സജിനി, ആത്മ പ്രൊജക്ട് ഡയറക്ടർ MN പ്രദീപൻ എന്നിവരും ക്ഷീരസംഘം പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.